ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലും സിഡ്കോയിലും കൂടാതെ ശുചിത്വ മിഷനിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. 7ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കേരള സ്റ്റേറ്റ് കേബിൾ ഇൻ്റർനെറ്റ് ഡെവലപ്മെൻറ്റ് സഹകരണ സംഘം സിഡ്കോയിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരൊഴിവാണുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത ബികോം സഹകരണം അല്ലെങ്കിൽ HDC അല്ലെങ്കിൽ JDC ആണ്. ശമ്പളം 12,740 മുതൽ 34,320 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് അറ്റൻഡർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരൊഴിവാണുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കണം. ശമ്പളം 12,000 മുതൽ 32,660 രൂപ വരെയാണ് ലഭിക്കുക. ഏജ് ലിമിറ്റ് വരുന്നത് 1/1/2024 18 വയസ്സ് പൂർത്തിയായിരിക്കണം. എന്നാൽ 40 വയസ്സ് കവിയാൻ പാടില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഫോട്ടോ എന്നിവ സഹിതം അപേക്ഷ അയക്കേണ്ടതാണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 11, 2024 വൈകുന്നേരം 5 മണി വരെയാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം സെക്രട്ടറി, കേരള സ്റ്റേറ്റ് കേബിൾ ഇൻ്റർനെറ്റ് ഡെവലപ്മെൻറ്റ് സഹകരണ സംഘം സിഡ്കോ, ക്ലിപ്തൻ നമ്പർ 4430, ഹെഡ് ഓഫീസ് TC 15/1963, ഗണപതി കോവിൽ റോഡ്, വഴുതക്കാട്, തിരുവനന്തപുരം 695014. അടുത്തത് കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിൻ്റെ കീഴിൽ കുമളിയിൽ പ്രവർത്തിക്കുന്ന ഹോളിഡേ ഹോമിൽ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റിലുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. കൂടാതെ ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യാനുള്ള കഴിവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 36 വയസ്സിന് താഴെയാണ്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. പ്രതിമാസ വേതനം 24,520 രൂപയാണ് ലഭിക്കുക. സമാന മേഖലയിൽ മുൻപരിചയമുള്ളവർക്കും ഇടുക്കി ജില്ലക്കാർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ, പ്രായം, യോഗ്യത, ജോലി പരിചയമുണ്ടെങ്കിൽ അതും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ 15/2/2024 മുൻപായി welfare.labor@gmail.com എന്ന മെയിലിലേക്ക് അയക്കേണ്ടതാണ്. 15/2/2024 ശേഷം അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ ബ്ലോക്ക്, വെള്ളനാട് ബ്ലോക്ക്, വർക്കല നഗരസഭ, നെയ്യാറ്റിൻകര നഗരസഭ, നെടുമങ്ങാട് നഗരസഭ, തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ റിസോഴ്സ് പേഴ്സൺമാരെ പ്രവർത്തിക്കുന്നതിന് ജില്ലാ ശുചിത്വ മിഷൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. സോഷ്യൽ വർക്ക്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. പ്രായപരിധി 45 വയസ്സ് വരെയാണ്. അപേക്ഷകൾ ഫെബ്രുവരി 5-നകം tsc@yahoo.co.in എന്ന മെയിൽ വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ തോട്ടട ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ മലയാളം വിഭാഗത്തിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റന്റ് തസ്തികയിൽ ഗസ്റ്റ് അധ്യാപകനെ നിയമിക്കുന്നുണ്ട്. യോഗ്യരായവർ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുമായി ഫെബ്രുവരി 5 രാവിലെ 10:30 ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് മുമ്പാകെ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.